നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ്. കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ കേരള അവഗണനയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ വണ്ണപ്പുറം ടൗണിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ LDF നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാ സീറ്റുകളിലും വിജയിച്ചു. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 12 വിദേശ സിനിമകൾ ഉൾപ്പെടെ 16 സിനിമകളാണ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത്. കർഷകരുടെ നെല്ല് മോഷണം പോയതായി പരാതി. കോടിക്കുളം പാടശേഖര സമിതിയുടെ ഭാഗമായ മേവള്ളി പാടത്തു നിന്നും കർഷകരായ ബേബി ചേട്ടാനി, ജിമ്മി കളപ്പുരിക്കൽ എന്നിവരുടെ നെല്ലാണ് മോഷണം പോയത്. വാർത്തകൾ വിശദമായി. കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ്. ഉടുമ്പന്നൂരിൽ സംഘടിപ്പിച്ച കേര കർഷക സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് ബിജോ ചേരിയിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. നാളികേരം, റബ്ബർ, നെല്ല്, കുരുമുളക്, ഏലം, ജാതി, കൊക്കോ, കാപ്പി, ഇഞ്ചി, മഞ്ഞൾ, കശുവണ്ടി, പൈനാപ്പിൾ തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവിനനുസൃതമായ ന്യായവില ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടതായി കേരള കോൺഗ്രസ് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ്. ഉടുമ്പന്നൂർ കോയിക്കൽ ചാക്കോച്ചന്റെ തെങ്ങിൻ പുരയിടത്തിൽ നടത്തിയ കേര കർഷക സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേര കൃഷി വ്യാപിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും പ്രത്യേക പദ്ധതികൾ നടപ്പാക്കണമെന്നും ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു. വാസ്തവത്തിൽ ഗവൺമെന്റിന്റെ ഒരു ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇപ്പം നബാർഡ് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രധാനപ്പെട്ട വിളകൾ അതിൻ്റെ മൂല്യവർദ്ധനവിന് വേണ്ടി പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള വലിയ സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. മുഴുവൻ തുകയും നബാർഡ് കൊടുക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഈ നാളികേരത്തിൻ്റെ മൂല്യവർദ്ധനവ് ഈ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വലിയ സംരംഭം ഒരുപക്ഷെ കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും നാളികേരം കൃഷി ചെയ്യുന്നുണ്ട്. തെക്കും വടക്കും മധ്യ തിരുവിതാംകൂറിലും മധ്യമേഖലയിലുമൊക്കെ ഒരു 2-3 ഇതുപോലുള്ള വൻകിട പദ്ധതികൾ തുടങ്ങിയ ഈ നാളികേരം സംഭരിക്കാനും നാളികേര കർഷകർക്ക് ന്യായമായിട്ടുള്ള വരുമാനം ഉറപ്പാക്കാനും കഴിയുന്ന രീതിയിലുള്ള മൂല്യവർദ്ധനവ് നടത്താനൊക്കെയുള്ള പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയും. അപ്പോൾ ഗവൺമെൻറ് ഈ കാര്യത്തിൽ നല്ല താല്പര്യം കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെല്ലിൻ്റെ കാര്യം എടുത്താലും ഇത് തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ കർഷകർ കടക്കണിയിലായി പോകുന്ന സ്ഥിതിയിലേക്കാണ് നെല്ല് സംഭരണം അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പണം കൃത്യസമയത്ത് കൊടുക്കുന്നില്ല. മാത്രവുമല്ല അവർക്കൊരു രസീത് കൊടുത്ത് PRS എന്ന് പറയുന്ന പാഡി റെസിപ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന നെല്ല് സംഭരിച്ചതിന് ശേഷം ഒരു രസീത് കൊടുത്ത് ആ രസീത് അവർ ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് അതിനുപോലും 3 ബാങ്കിനെയാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. ചടങ്ങിൽ ജോൺ ശാസ്താംകുന്നേൽ, ജോസഫ് മിറ്റത്താനിക്കൽ, നോബിൾ കുറുന്താനത്ത്, സാം കരിങ്ങോത്ത് പറമ്പിൽ എന്നീ കർഷകരെ തെങ്ങിൻ തൈകൾ നൽകിയും ഷോൾ അണിയിച്ചും ആദരിച്ചു. ഉടുമ്പന്നൂർ മണ്ഡലം പ്രസിഡന്റ് ബിജോ ചേരിയിൽ അധ്യക്ഷനായി. കരിമണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളിയിൽ സ്വാഗതം ആശംസിച്ചു. കേര കർഷക സംഗമ സംസ്ഥാനതല കോർഡിനേറ്ററും മുൻ സർക്കാർ ചീഫ് വിപ്പും പാർട്ടി സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാനുമായ തോമസ് ഉണ്ണിയാടൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ എന്നിവർ കർഷക സംഗമ സന്ദേശങ്ങൾ നൽകി. പാർട്ടി സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റി അംഗം അബു ജോൺ ജോസഫ് തെങ്ങിൻ തൈ നടിയിൽ നടത്തി. സംസ്ഥാന സെക്രട്ടറി M മോനിച്ചൻ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വടക്കേക്കര, നിയോജക മണ്ഡലം സെക്രട്ടറി ടോമി കൈതവേലിൽ, കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സണ്ണി തെങ്ങുംപള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റ് ടോമി ജോർജ്, KTUC ജില്ലാ പ്രസിഡന്റ് വർഗീസ് സക്കറിയ, മുസ്ലിം ലീഗ് നേതാവ് സക്കീർ കരിമണ്ണൂർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബൈജു വറവുങ്കൽ, ടെസി വിൽസൺ, മുൻ മെമ്പർ ഷീല സുരേന്ദ്രൻ, സഹകരണ ബാങ്ക് മെമ്പർ G സായത്തുപാടത്ത് എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായ ബിജോ ചേരിയിൽ, പോൾ കുഴിപ്പള്ളിൽ, ടോമി ജോർജ്, ടോമി കൈതവേലിൽ തുടങ്ങി നിരവധി പേർ കേര സംഗമത്തിൽ പങ്കാളികളായി.
ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ കേരള അവഗണനയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ വണ്ണപ്പുറം ടൗണിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രജനി ഷിബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ കേരള അവഗണനയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ വണ്ണപ്പുറം ടൗണിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രജനി ഷിബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. DYFI സംസ്ഥാന കൗൺസിൽ അംഗം അനിൽകുമാർ, CPI ജില്ലാ കൗൺസിൽ അംഗം PP ജോയ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷിജോ സെബാസ്റ്റ്യൻ, JDS സെക്രട്ടറി സത്യൻ ജോഷി, തോമസ്, അഗസ്റ്റിൻ വട്ടക്കുന്നേൽ, മനോജ് മാമല എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കുമാരമംഗലം MKNM സ്കൂളിലെ വാർഷികം സമുചിതമായി ആഘോഷിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും NES കോളേജ് പ്രിൻസിപ്പലുമായ VS റെജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PG ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുമാരമംഗലം MKNM സ്കൂളിലെ 72ാം വാർഷികം വർണ്ണാഭമായ പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു. PTA പ്രസിഡന്റ് PG ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും NES കോളേജ് പ്രിൻസിപ്പലുമായ VS റെജി നിർവഹിച്ചു. തലമുറകൾ വിദ്യാഭ്യാസം ചെയ്തു പോയ ഒരു വലിയ കലാലയമാണിത്. ഇന്നലെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസ് ഞാനിത് അച്ഛൻ്റെ പെങ്ങൾക്ക് അയച്ചു കൊടുത്തു. ഒരു വണ്ണപ്പുറത്ത് താമസിക്കുന്നത്. അങ്ങനെ അയച്ചു കൊടുക്കാൻ ഒരു കാരണമുണ്ട്. അവർ ഇവിടെ പഠിച്ച ആളാണ്. SLC ഫസ്റ്റ് ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. ഇതിനൊക്കെ ഓരോ തരത്തിലുള്ള മാനസികമായ വൈകാരികമായ ചില തലങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് സങ്കടത്തോടു കൂടി ഇട്ടു. സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നുന്നു. സന്തോഷം അവിടെ പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ്, സങ്കടം ഇന്ന് ഇവിടെ വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. അതുപോലെ പല സുഹൃത്തുക്കളുണ്ട് നാട്ടിൽ ആദ്യ ബാച്ചിൽ പഠിച്ച ആളുകൾ. 50ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് അന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിൽ ദാസേട്ടൻ വിളിച്ചിട്ട് ഞാനിവിടെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. D വിനയേന്ദ്രൻ സാറും വിദ്യാസാഗറും ഒക്കെ പങ്കെടുത്ത വേദിയിലൊരു കൊച്ചുപയ്യനായിട്ട് ഞാനന്ന് പങ്കെടുത്തിട്ടുണ്ട്. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ്, വാർഡ് മെമ്പർ ഉഷ രാജശേഖരൻ, സ്കൂൾ മാനേജർ RK ദാസ് എന്നിവർ ആശംസകൾ നേർന്നു. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം നടത്തിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ടോംസി തോമസ് സ്വാഗതവും സ്കൂൾ HM സാവിൻ S നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. വണ്ണപ്പുറം ദർഭത്തൊട്ടി മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള തൃക്കൊടിയേറ്റ് കർമ്മം ക്ഷേത്ര മേൽശാന്തി NV സന്തോഷ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ജാതിമത ചിന്തകൾക്ക് അതീതമായി ദേശത്തിന്റെ ഉത്സവമായ മങ്കുഴിക്കാവ് അമ്മയുടെ തിരുവുത്സവത്തിൽ ഭാഗവാക്കായി അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നതായി ക്ഷേത്രം ഭരണസമിതിക്ക് വേണ്ടി പ്രസിഡന്റ് സ്വപ്ന കുമാർ PS, സെക്രട്ടറി ഷിബി KB, ട്രഷറർ അരുൺകുമാർ VS എന്നിവർ അറിയിച്ചു.
പുണ്യപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ വണ്ണപ്പുറം ദർഭത്തൊട്ടി മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം ഫെബ്രുവരി 12 മുതൽ 16 വരെ നടത്തപ്പെടുന്നു. മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിക്കൂറ ഘോഷയാത്രയും തൃക്കൊടിയേറ്റ് കർമ്മവും ക്ഷേത്ര മേൽശാന്തി NV സന്തോഷ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. തിരുവുത്സവ ദിവസങ്ങളിൽ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, വിശേഷാൽ പൂജാ കർമ്മങ്ങൾ, ദീപാരാധന, അത്താഴപൂജ, നട അടയ്ക്കൽ, പ്രസാദ ഊട്ട് എന്നീ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുന്നു. കൂടാതെ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല നേർച്ചയും മെയ് 15 നടത്തപ്പെടും. ക്ഷേത്രം തന്ത്രി നരമംഗലം ചെറിയ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി NV സന്തോഷ് തിരുമേനി എന്നിവർ വിശേഷാൽ പൂജകൾക്കും തിരുവുത്സവ ചടങ്ങുകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജാതിമത ചിന്തകൾക്ക് അതീതമായി ദേശത്തിന്റെ ഉത്സവമായ മങ്കുഴിക്കാവ് അമ്മയുടെ തിരുവുത്സവത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നതായി ക്ഷേത്രം ഭരണസമിതിക്ക് വേണ്ടി പ്രസിഡന്റ് സ്വപ്നകുമാർ PS, സെക്രട്ടറി ഷിബി KB, ട്രഷറർ അരുൺകുമാർ VS എന്നിവർ അറിയിച്ചു. മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവം ഫെബ്രുവരി മാസം 12-ാം തീയതി ഇന്ന് 10 മണിക്ക് ക്ഷേത്രം മേൽശാന്തി ശ്രീ സന്തോഷ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നിർവഹിച്ചിരിക്കുകയാണ്. തുടർന്ന് ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ വിശേഷാൽ പൂജാ വഴിപാടുകളും, വ്യാഴാഴ്ച രാവിലെ കലങ്കരിക്കൽ, വൈകുന്നേരം സർവൈശ്വര്യ പൂജ, അതിനുശേഷം തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്തിലെ സെക്രട്ടറി ഗുരുരത്നജ്ഞാനതപസ്വിയുടെ പ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ്. കലാമണ്ഡലം ശില്പാശരത്തിൻ്റെ നൃത്തസന്ധിയും ഉണ്ടായിരിക്കുന്നതാണ്. 16-ാം തീയതി രാവിലെ കലശ പൂജകളും വൈകുന്നേരം തൊമ്മൻകുത്ത് ശാന്തികാട് ശ്രീ ദേവി ക്ഷേത്രത്തിൻ്റെ കാണിക്ക മണ്ഡപത്തിൽ നിന്നും മഹാഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ്. മാളികപ്പുറം സിനിമാ ഫെയിം പ്രകാശ് സാരംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. മുതലക്കോടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ LDF നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാ സീറ്റുകളിലും വിജയിച്ചു. അഡ്വക്കേറ്റ് PS ബിജു പൂമാലിൽ, KB ബെൻസ്, MN മനോഹർ, ലിഫ്സൺ മാത്യു, ഷാജി മാത്യു, KK റഹീം, ജൂബി ജോസ്, AS ഫാത്തിമ, സോണിയ ബാബു, KP ചന്ദ്രൻ, റോഷൻ സർഗം എന്നിവരാണ് വിജയിച്ചത്. LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ബെൻസ് KB കല്ലിങ്ങക്കുടിയിൽ 1887 വോട്ട്, 5270 MN മനോഹർ മൂന്നുമാക്കൽ 1744 വോട്ട്. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 12 വിദേശ സിനിമകൾ ഉൾപ്പെടെ 16 സിനിമകളാണ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത്. സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര സംവിധായകൻ റഹീം ഖാദർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തുടർന്ന് ചലച്ചിത്രമായ വനിത, അമേരിക്കൻ സിനിമയായ ദ കോവനന്റ് എന്നിവ പ്രദർശിപ്പിച്ചു. 18ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. സിൽവർ ഹിൽ സിനിമാസിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര സംവിധായകൻ റഹീം ഖാദർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഈ 19 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്
ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ. ഈ 19 ദിവസം കൊണ്ട് ചെയ്തത് എന്നുകൊണ്ടല്ല ആ സിനിമ അത്രയും നമ്മൾ ഇപ്പോൾ എടുത്തു പറയുന്നത്. കാരണം അന്ന് ഇന്നത്തെ സാങ്കേതിക വിദ്യകളൊന്നുമില്ല. ഫിലിമിൽ ഷൂട്ട് ചെയ്യണം, മോണിറ്റർ സൗകര്യമില്ല, നമ്മൾ ക്യാമറമാൻ മാത്രമേ ഫ്രെയിം കാണുന്നുള്ളൂ, ഡയറക്ടർ സാങ്കല്പികം മാത്രമാണ്. അവിടെ നിന്നുകൊണ്ടാണ് അത്രയും മഹത്തരമായ ഒരു സിനിമ ജോഷി എന്ന് പറയുന്ന സംവിധായകൻ ചെയ്തത്. അതേപോലെ തന്നെയാണ് ഹരിഹരൻ എന്ന് പറയുന്ന സംവിധായകൻ വടക്കൻ വീരഗാഥയും അതേപോലെ പഴശ്ശിരാജയും ചിത്രീകരിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 2 ഡയറക്ടർമാരുടെ ഗണത്തിൽപ്പെടുത്തേണ്ട ആളുകളാണ്. ഇത് ഞാൻ പറയുമ്പോൾ ജി അരവിന്ദനെയോ അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെയോ മാറ്റി, അല്ലെങ്കിൽ ജോൺ എബ്രഹാം എന്ന് പറയുന്ന മഹാപ്രതിഭയോ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നതല്ല. ഒരു വാണിജ്യ സിനിമയുടെ ആളുകളെന്ന നിലയിൽ നമുക്കെല്ലാ സിനിമയും നമുക്ക് ആവശ്യമാണ്. വാണിജ്യ സിനിമയും വേണം, നല്ല നിലവാരമുള്ള സിനിമകളും നമുക്ക് ആവശ്യമാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ സിനിമ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ആ സിനിമയുടെ നിലവാരമനുസരിച്ച് പ്രേക്ഷകരുടെയും ആസ്വാദന രീതി മെച്ചപ്പെട്ടു വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടുത്ത സിനിമ അതിനേക്കാൾ മേലെ ആയില്ലെങ്കിൽ അത് തിരസ്കരിക്കപ്പെടും എന്നുള്ളൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നല്ല നല്ല സിനിമകൾ രൂപാന്തരപ്പെടുന്നത്. ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ എൻ കെ ബിജു, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് വേണു പെരിങ്ങാശ്ശേരി, തപസ്യ കലാസാഹിത്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് രമ പി നായർ, ഫിലിം സൊസൈറ്റി സെക്രട്ടറി എം മഞ്ജുഹാസൻ, ട്രഷറർ വിൽസൺ ജോൺ, ജോയിന്റ് സെക്രട്ടറി സനൽ ചക്രപാണി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനിത മുരളി എന്നിവർ പ്രസംഗിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 12 വിദേശ സിനിമകൾ ഉൾപ്പെടെ 16 സിനിമകളാണ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത്. ഞായറാഴ്ച ബെലാറസിൽ നിന്നുള്ള ദ പേഷ്യൻ ലെസൺസ്, ഉച്ചകഴിഞ്ഞ് നോർവേയിൽ നിന്നുള്ള 12th മാൻ തുടങ്ങിയവയും സമാപന സമ്മേളനത്തിന് ശേഷം മലയാള ചലച്ചിത്രമായ വനിത, അമേരിക്കൻ സിനിമയായ ദ കവനന്റ് എന്നിവയും പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കൂമ്പൻപാറ ഫാത്തിമ മാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രീതി, ഹിന്ദി അധ്യാപിക റീന ജെയിംസ് എന്നിവർക്ക് സ്കൂളിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് ഒരുക്കി. സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നടന്നത്. യാത്രയയപ്പിലും സ്നേഹവിരുന്നിലും സ്കൂളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിലെ വ്യക്തികൾ പങ്കെടുത്തു. ദീർഘനാളത്തെ സേവനത്തിന് ശേഷമാണ് കൂമ്പൻപാറ ഫാത്തിമ മാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രീതി, ഹിന്ദി അധ്യാപിക റീന ജെയിംസ് എന്നിവർ പടിയിറങ്ങുന്നത്. സ്കൂളിനായി ഇരുവരും നൽകിയ സേവനത്തിനായിട്ടുള്ള സ്നേഹോപഹാരമായിട്ടായിരുന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ യാത്രയയപ്പ് ഒരുക്കിയത്. സ്കൂളുമായി ബന്ധപ്പെട്ട പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അധ്യാപകർ ഇരുവരുടെയും പ്രവർത്തനങ്ങൾ ചടങ്ങിൽ സംസാരിച്ചവർ ഓർത്തെടുത്തു. അടിമാലി AEO ആനിയമ്മ ജോർജ്, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗം KK രാജു, സിസ്റ്റർ ആനി പോൾ CMC, ഫാദർ ജോസഫ് വെളിഞ്ഞാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിനോടൊപ്പം ഈ സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കലോത്സവത്തിന്റെ ഒരു നിറസാന്നിധ്യമായിരുന്നു. ഈ വർഷവും നമ്മുടെ സ്കൂളിന്റെ കലോത്സവത്തിന്റെ ടീം മാനേജർ റീന ടീച്ചറായിരുന്നു. റീന ടീച്ചർ കുട്ടികളെ മത്സരത്തിന് കണ്ടെത്താനും അതുപോലെ ഒരുക്കി സമയാസമയങ്ങളിൽ കുട്ടികളെ മത്സര സ്ഥലത്ത് എത്തിക്കാനും വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. കലോത്സവത്തിനും അതുപോലെ സ്കൂൾ ആനുവൽ ഡേക്കൊക്കെ റീന ടീച്ചറിനെ അന്വേഷിച്ചാൽ ഗ്രീൻ റൂമിലെ കാണാൻ പറ്റുള്ളൂ. ഈ വർഷമാണ് റീന ടീച്ചർ ആദ്യമായി ഒരു ആനുവൽ ഡേ മുഴുവനായി കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. യാത്രയയപ്പിലും സ്നേഹവിരുന്നിലും സ്കൂളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിലെ വ്യക്തികൾ പങ്കെടുത്തു. ചടങ്ങിൽ അധ്യാപകർക്ക് സ്നേഹോപഹാരങ്ങൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, അടിമാലി. കർഷകരുടെ നെല്ല് മോഷണം പോയതായി പരാതി. കോടിക്കുളം പാടശേഖര സമിതിയുടെ ഭാഗമായ മേവള്ളിപ്പാടത്തു നിന്നും കർഷകരായ ബേബി ചോട്ടാനി, ജിമ്മി കളപ്പുരിക്കൽ എന്നിവരുടെ നെല്ലാണ് മോഷണം പോയത്. കർഷകരുടെയും പഞ്ചായത്തിന്റെയും പരാതിയിന്മേൽ കാളിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കർഷകരുടെ നെല്ല് മോഷണം പോയതായി പരാതി. കോടിക്കുളം പാടശേഖര സമിതിയുടെ ഭാഗമായ മേവള്ളിപ്പാടത്തു നിന്നും കർഷകരായ ബേബി ചോട്ടാനി, ജിമ്മി കളപ്പുരിക്കൽ എന്നിവരുടെ നെല്ലാണ് മോഷണം പോയത്. ഞായറാഴ്ച 3 മണിയോടെ കൊയ്ത്തു കഴിഞ്ഞ നെല്ല് പാടത്ത് മൂടി കെട്ടിയിട്ട ശേഷം തിങ്കളാഴ്ച രാവിലെയാണ് പടുത കീറിയ നിലയിൽ മോഷണം നടന്ന വിവരം അറിയുന്നത്. ഇന്നലെ 3 മണിയോട് കൂടി കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയതാണ് മൂടിയിട്ടിട്ട്. ഇന്ന് രാവിലെ വന്നപ്പോഴാണ് മൂടിയിട്ടിരുന്ന പടുതയെല്ലാം വലിച്ചു കീറി കുറേ നെല്ല് മോഷണം പോയിട്ടുണ്ട്, വാരിക്കൊണ്ട് പോയിട്ടുണ്ട്.
12 ഹെക്ടർ സ്ഥലം മൊത്തത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഞങ്ങളവിടെ നെല്ലൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം നടന്നത്. ബേബി, ജിമ്മി എന്നിവരുടേതായി 25 ചാക്കോളം നെല്ല് മോഷണം പോയതായി കർഷകർ പറഞ്ഞു. വർഷങ്ങളായി കൃഷി ചെയ്യുന്ന ഈ പാടശേഖരത്തിൽ ഇത് ആദ്യ സംഭവമാണെന്നും കർഷകരുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പോലീസിൽ പരാതി നൽകിയതായും വാർഡ് മെമ്പർ ജെർലി റോബി പറഞ്ഞു. പഞ്ചായത്തിൽ മേവള്ളിപ്പാടം എന്ന പാടത്ത് കഴിഞ്ഞ രാത്രിയിൽ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് പാടങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് 2 ദിവസം 2 വ്യക്തികളുടെ നെല്ല് മോഷണം പോയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾ പോലീസിൽ അറിയിപ്പ് കൊടുക്കുകയും അവർ രാവിലെ വന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ചെറുവട്ടൂർ UP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ഫുട്ബോൾ ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിന് മുന്നോടിയായി 100 കണക്കിന് ജനാവലിയുടെയും സ്പോർട്സ് പ്രേമികളുടെയും നേതൃത്വത്തിൽ ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ ഉത്സവ പ്രതീതിയിൽ കോട്ടയപീടികയിൽ നിന്നും പ്രകടനവും ഉണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെറുവട്ടൂർ UP സ്കൂളിൽ ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മിച്ചത്. കുട്ടികളുടെയും പ്രദേശവാസികളായ യുവാക്കളുടെയും ദീർഘകാലമായിട്ടുള്ള ആഗ്രഹമാണ് ഗ്രൗണ്ട് നിർമ്മാണത്തിലൂടെ സഫലീകരിച്ചത്. കോട്ടപ്പീടികയിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ 100 കണക്കിന് ആളുകൾ അണിനിരന്ന പ്രകടനത്തിന് ശേഷം പൊതുയോഗം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷനായി. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാലി ഐപ്പ്, ജെയിംസ് കോറമ്പേൽ, അംഗങ്ങളായ ആനീസ് ഫ്രാൻസിസ്, ഡയാന നോബി, നിസാമോൾ ഇസ്മായിൽ, TK കുഞ്ഞുമോൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർ വട്ടേക്കാടൻ, വൃന്ദ മനോജ്, PTA പ്രസിഡന്റ് KC അയ്യപ്പൻകുട്ടി, നേതാക്കളായ KM കുഞ്ഞുബാവ, അലി പടിഞ്ഞാറേച്ചാലിൽ, PA ഷിഹാബ്, CK സത്യൻ, OK അലിയാർ, ചെറുവട്ടൂർ നാരായണൻ, ഹസൈനാർ ഇക്കരക്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കായിക മേഖലയിൽ കരിങ്കുന്നത്തിന്റെയും അതുവഴി ഇടുക്കി ജില്ലയുടെയും ഒട്ടേറെ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കിയ ജോർജ് കുട്ടി ചെട്ടിപ്പറമ്പിൽ എന്ന കായിക പരിശീലകൻ ഓർമ്മയായി. 57 വയസ്സായിരുന്നു. 1996 മുതൽ കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെയും നെടിയകാട് സ്കൂളിലെയും കായികാഭിരുചിയുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകി സ്കൂൾ കായികമേളകളിൽ പങ്കെടുപ്പിച്ചത് പ്രതിഫലമൊന്നും വാങ്ങാതെയായിരുന്നു. കായിക മേഖലയിൽ കരിങ്കുന്നത്തിന്റെയും അതുവഴി ഇടുക്കി ജില്ലയുടെയും ഒട്ടേറെ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കിയ ജോർജ് കുട്ടി ചെട്ടിപ്പറമ്പിൽ എന്ന കായിക പരിശീലകൻ ഓർമ്മയായി. 1996 മുതൽ കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെയും നെടിയകാട് സ്കൂളിലെയും കായികാഭിരുചിയുള്ള കുട്ടികളെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകി സ്കൂൾ കായികമേളകളിൽ പങ്കെടുപ്പിച്ചത് പ്രതിഫലമൊന്നും വാങ്ങാതെയായിരുന്നു. 2000 മുതൽ 2003 വരെ തുടർച്ചയായി സെന്റ് അഗസ്റ്റിൻ സ്കൂളിനെ ജില്ലാ ചാമ്പ്യന്മാരാക്കിയതും സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനത്തെത്തിച്ചതും ജോർജ് കുട്ടിയുടെ തിളക്കമുള്ള നേട്ടങ്ങളായി നിലനിൽക്കുന്നു. കരിങ്കുന്നം കേന്ദ്രമാക്കി അദ്ദേഹം രൂപീകരിച്ച അത്ലറ്റിക് ക്ലബ് ഒട്ടേറെ കുട്ടികൾക്ക് തുണയായി. ഇവിടെ പരിശീലനം നേടിയ കുട്ടികൾ വിവിധ കായികമേളകളിൽ സമ്മാനങ്ങൾ നേടി. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മെഡലുകൾ സ്വന്തമാക്കിയ ഈ കുട്ടികളിൽ പലരും റെയിൽവേയിലും നാവികസേനയിലും ജോലിയിൽ പ്രവേശിച്ചു. പ്രീജ ശ്രീധരൻ, ബിബു പാമ്പയ്ക്കൽ, ഡെസിമോൾ കെ ഡൊമിനിക്, സിമി മാത്യു തുടങ്ങി ഒട്ടേറെ പേരുണ്ട് ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിൽ. ഞായറാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. 57 വയസ്സായിരുന്നു. സംസ്കാരം നെടിയകാട് ലിസ്യു പള്ളി സെമിത്തേരിയിൽ നടന്നു. ഭാര്യ മിനി ഇടമറുക പുരയിടത്തിൽ കുടുംബാംഗമാണ്. വസതിയിലും പള്ളിയിലും ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിളിക്കുകയും സങ്കടപുണ്യാശ്രയിക്കുകയും ചെയ്യുന്നു. നാഥനും പിതാവും പ്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ നിയമിച്ച നാളിൽ കർത്താവെ നീ അണയുമ്പോൾ
നാഥ മൃതരെല്ലാരും മിന്നിവിളങ്ങും വതനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. പലതും എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ജോർജുട്ടി ഒരാളുണ്ടെന്ന് പറയും, രാജീവിന് ഏതേറ്റവും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി രാജീവായിരുന്നു അന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യവും. അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ടീമിനെയും ഒരുപാട് ആളുകൾ പിന്നെ നാഷണലിലും നാഷണലുകളിലും പോയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു തലമുറ വാർത്തെടുക്കുന്നതിന് അതിൻ്റെ ഒരു പങ്ക് ജോർജുട്ടിക്ക് പങ്കുണ്ട്. ജോർജുട്ടിയുടെ ഈ വിയോഗം കരിങ്കുന്നം പ്രദേശത്തെ പ്രത്യേകിച്ച് സ്പോർട്സുകാർ മാത്രമല്ല കരിങ്കുന്നം പ്രദേശത്തിന് തന്നെ ഒരു നഷ്ടമാണ് എന്നെനിക്കറിയാം. നമ്മുടെ ഈ നാട്ടിലുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി, ആവേശമായി, അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്ന ആള് തന്നെയായിരുന്നു ജോർജ് കുട്ടിച്ചേട്ടൻ. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ തലങ്ങളിൽ എത്രയോ പ്രാവശ്യം തന്റെ വിദ്യാർത്ഥികളുമായിട്ട് വിവിധ മീറ്റുകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ആ ആത്മാർത്ഥതയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മിൻ ചേച്ചിയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിൽ സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബാങ്ക് മാനേജർമാർക്കുള്ള ദ്വിദിന ട്രെയിനിംഗ് തൊടുപുഴയിൽ ആരംഭിച്ചു. 50ഓളം ബാങ്ക് മാനേജർമാർ പങ്കെടുക്കുന്ന വർക്ക്ഷോപ്പ് റിസർവ് ബാങ്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം DGM KB ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കാനറ ബാങ്ക് DGM SK മിശ്ര, ഇടുക്കി ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് വളവി തുടങ്ങിയവർ സദസ്സിനെ അഭിസംബോധന ചെയ്തു. The significance of this sort of a workshop, the idea behind this workshop. What is the idea behind the workshop is to make a society which is probably having less inequalities available, and the development will happen in a holistic manner. That is the idea. So if you look at MSME, if you see MSME is expected to have around $37 trillion dollars of 37 trillion rupees of credit which is required in the Indian banking sector, whereas it is having only, how much it could be? It is not even half of it. Is only 14.5%. 14.5 trillion is the present outgo towards the MSME sector. And when we speak regarding Kerala, we always know that land is a scarce material in Kerala. When we talk of 2022 to 2019, 2057, now government is calling it as Amrit Kaal. All of you might have been aware now. Lot of initiatives have been taken also, and lot of targets also have been given, that our economy will reach 5 trillion by 25 or 7 trillion by 2030. And by 2047,
when we will be celebrating our 100 years of independence, we will be the third largest economy. ഫെബ്രുവരി 13 ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി കടമുടക്കം. ചെറുകിട വ്യവസായ മേഖല സംരക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് നടത്തപ്പെടുന്ന വ്യാപാരി പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിടുന്നത്. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ജനുവരി 29 കാസർഗോഡ് നിന്ന് തുടങ്ങിയ വ്യാപാര സംരക്ഷണ ജാഥ 14 ജില്ലകൾ താണ്ടി നാളെ 13-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ എത്തിച്ചേരുകയാണ്. 29 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ 5 ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കുകയാണ്. എല്ലാ വിധത്തിലുള്ള വ്യാപാരികളും ടെക്സ്റ്റൈൽ, സ്വർണം തുടങ്ങി എല്ലാ മേഖലയും, മെഡിക്കൽ ഷോപ്പ്, പെട്രോൾ പമ്പ് ഉൾപ്പെടെ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഉൾപ്പെടെ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ തൊടുപുഴയിലെ വ്യാപാരികളും പണിമുടക്ക് അവരുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇത് വിജയിപ്പിക്കുവാൻ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും ഒറ്റൊരുമയോടുകൂടി നിൽക്കണമെന്ന് തൊടുപുഴ മർച്ചൻ്റ് അസോസിയേഷന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ്. കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ കേരള അവഗണനയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ വണ്ണപ്പുറം ടൗണിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ LDF നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാ സീറ്റുകളിലും വിജയിച്ചു. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 12 വിദേശ സിനിമകൾ ഉൾപ്പെടെ 16 സിനിമകളാണ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത്. കർഷകരുടെ നെല്ല് മോഷണം പോയതായി പരാതി. കോടിക്കുളം പാടശേഖര സമിതിയുടെ ഭാഗമായ മേവള്ളി പാടത്തു നിന്നും കർഷകരായ ബേബി ചേട്ടാനി, ജിമ്മി കളപ്പുരിക്കൽ എന്നിവരുടെ നെല്ലാണ് മോഷണം പോയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.